തുടർന്ന് ഈ ലഹരി സന്ദേശവും അതിന്റെ പരിഹാരവും സുവിശേഷവും പങ്കുവയ്ക്കുന്നതിന് വേണ്ടി കർത്താവിന് അനുഗ്രഹിക്കുന്ന പ്രസിദ്ധനുമായ ദുരിതാസൻ പ്രിയ ഷിൻഡോയെ ക്ഷണിക്കും. ഈ ശബ്ദപരിധിക്കുള്ളിൽ ദൂരത്തും ചേർത്തുമായി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ എല്ലാ വ്യാപാര വ്യവസായികൾ, ഓട്ടോ ഡ്രൈവേഴ്സ്, മറ്റ് വീടുകളിലും ബീജിലിരുന്ന് ഞങ്ങൾ ശ്രമിക്കുന്ന എവർക്കും ധന്യനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കേരള ഗോസ്ബൽ ടീമിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്രയാണ് പ്രത്യേകം ഈ കുത്തുങ്കൽ എന്ന പ്രദേശത്ത് കടന്നു വന്നിരിക്കുന്നത്. പ്രത്യേകം ഈ പ്രദേശത്ത് ഞങ്ങൾ കടന്നു വരുവാനും നിങ്ങളെ കാണാൻ സാധിച്ചതൊക്കെ വളരെയേറെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. ദൈവം ഈ ദേശത്തെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന ഈ ധർമ്മത്തിൽ ഞങ്ങൾ ദൈവത്തിന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു സംഭവ ചരിത്രമായിരുന്നു ടൈറ്റാനിക് എന്ന കപ്പലിന്റെ വൻ ദുരന്തം. ആ കപ്പല് പുറപ്പെടുന്നതിന് മുമ്പ് അതിനൊരു മുന്നറിയിപ്പ് ലഭിച്ചത് ഇങ്ങനെയായിരുന്നു: നിങ്ങൾ കടന്നു പോകുന്നത് അറ്റ്ലാന്റ മഹാസമുദ്രത്തിലൂടെയാണ്, വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് അതിന് ഒരു മുന്നറിയിപ്പ് ലഭിച്ചു. എന്നാൽ അവർ പറഞ്ഞു ടൈറ്റാനിക്കിന് ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് കന്യായാത്ര ആരംഭിച്ചു. കന്യായാത്രയിൽ തന്നെ ഒരു മഞ്ഞുമലയിലിടിച്ച് അനേകായിരങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. അതിനൊറ്റ കാരണമെന്ന് ചോദിച്ചാൽ അതിന് മുന്നിൽ വെച്ച ഒരു മുന്നറിയിപ്പിനെ അവർ അവഗണിച്ചു കളഞ്ഞതുകൊണ്ട് അനേകായിരങ്ങൾ അറ്റ്ലാന്റ മഹാസമുദ്രത്തിൽ താഴ്ന്നു പോകാനിട വന്നു. ഇന്ന് പകൽ ഈ ദേശത്തോട് ഞങ്ങൾക്ക് ചില മുന്നറിയിപ്പുകൾ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്താണ് ആ മുന്നറിയിപ്പ് എന്ന് ചോദിച്ചാൽ, സ്നേഹിത, ഇങ്ങനെ മദ്യത്തിനടിമയായി നീ മുന്നോട്ട് കടന്നു പോയാൽ നിന്റെ കുടുംബം തകർന്നു പോകുമെന്നൊരു മുന്നറിയിപ്പ്. ഇങ്ങനെ മദ്യപിച്ച് എന്നും നീ മുന്നോട്ട് കടന്നു പോയാൽ നിന്റെ തലമുറ ഏറ്റവും നാശത്തിലേക്ക് പോകുമെന്നൊരു മുന്നറിയിപ്പ്. അത് മാത്രമല്ല, ചിലപ്പോൾ നിന്റെ ഭാര്യ വരെ ഉപേക്ഷിച്ചു പോകാം, അല്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്യേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പ് ഇന്ന് പകൽ ഈ ദേശത്തോട് പറയുന്നതിന് ഞങ്ങൾക്ക് വളരെ ഖേദമുണ്ട്. അങ്ങനെയെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ഓരോ ദിവസവും നമ്മുടെ മദ്യപാനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. സ്കൂളിലേക്ക് നോക്കിയാൽ എത്ര കുഞ്ഞുങ്ങളാണ് മദ്യത്തിന് അടിമയാകുന്നത്. MDMA പോലുള്ള കഞ്ചാവ് പോലുള്ള ലഹരി പദാർത്ഥത്തിന് അടിമയായിക്കൊണ്ട് നമ്മുടെ തലമുറ ഓരോ ദിവസവും വലിയ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പോലീസുകാരില്ലാത്തതുകൊണ്ടാണോ? വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണോ? പൈസ ഇല്ലാത്തതുകൊണ്ടാണോ? ഇതൊന്നുമല്ല. ഇവിടെ എത്ര നിയമങ്ങളും സംവിധാനങ്ങളും ഉണ്ടെങ്കിലും മനുഷ്യൻ ലഹരിക്കടിമയായി ഓരോ ദിവസവും അവരുടെ ജീവിതം അവസാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത്. ഇതിന് പരിഹാരം ഉണ്ടാകുമോ? ഇതിനൊരു മാർഗമുണ്ടാകുമോ എന്നോർത്ത് അനേക ജനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ എനിക്ക് സമാധാനം കിട്ടും? ചില ആളുകൾ ഞങ്ങൾ പറയാറുണ്ട്, എനിക്ക് ഈ മദ്യത്തിൽ നിന്ന് ഒന്ന് മാറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ എത്ര നോക്കിയിട്ടും അതിൽ നിന്ന് മാറാൻ കഴിയുന്നില്ല. എന്താണ് ഇതിന്റെ പരിഹാരം എന്നൊക്കെ ഓർത്ത് അനേക ജനങ്ങൾ ഇപ്പോഴും ഓടി നടക്കുന്ന സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഇതിന് ഒരു മാറ്റം വരാൻ കഴിയുമോ? അതിന് വലിയ പരിഹാരമുണ്ടോ എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ ശാസ്ത്രമൊക്കെ വളരെ പുരോഗമനം ഉള്ളത് കൊണ്ട് ശാസ്ത്രം പുതിയ കണ്ടുപിടുത്തം ഇങ്ങനെയാണ് കണ്ടുപിടിച്ചത്: മദ്യപിക്കുന്ന മനുഷ്യൻ ആ മനുഷ്യനറിയാതെ താൻ കഴിക്കുന്ന ആഹാര പദാർത്ഥത്തിന്റെ അകത്ത് ഈ ഗുളിക ഇട്ട് കൊടുക്കും. ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ താൻ മദ്യത്തോട് മൊത്തം മാറിപ്പോകും. തനിക്ക് വലിയ സന്തോഷമാകും. ആ കുടുംബത്തിൽ എന്ത് സന്തോഷമാണെന്നറിയാമോ? സ്നേഹിത, നീ ഒരു ദിവസം മദ്യപാനത്തിൽ നിന്ന് മാറ്റം വരുമ്പോൾ നിന്റെ കുഞ്ഞുങ്ങൾക്കും നിന്റെ വൈഫിനും അവരൊക്കെ എന്ത് സന്തോഷം അനുഭവിക്കുന്ന കാര്യം ഇന്ന് പകൽ മറന്നു പോകരുത്. അങ്ങനെ 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ച മദ്യപാനൊക്കെ നിർത്തി വളരെ സന്തോഷമായി. അത് 1 മാസം കഴിഞ്ഞു. ആ ഗുളികയുടെ ആ ശക്തിയൊക്കെ അങ്ങ് തീർന്നപ്പോണ്ടല്ലോ വീണ്ടും അദ്ദേഹം മദ്യപാനം ആരംഭിച്ചു. ആ മദ്യപാനം കൊണ്ട് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ആദ്യം മദ്യപാനം മാത്രമേ വിഷയം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ തന്റെ ജീവിതത്തില് തന്റെ സമനില വരെ തെറ്റി ഒരു ഭ്രാന്തനെ പോലെ അലയുന്ന എത്ര കുടുംബങ്ങളെ ഈ ദേശത്ത് കാണാൻ കഴിയും. ഇന്ന് പകൽ
അതുകൊണ്ട് ഈ കുത്തുകളുടെ ദേശത്ത് നിന്നുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ ശ്രോതാക്കളോട് വളരെ ശാന്തമായിട്ട് നിന്നുകൊണ്ട് ഒരു കാര്യം പറയാം. ഗുളികയ്ക്ക് കഴിയാത്തത് നിന്റെ ജീവിതത്തിൽ മദ്യപാനം നിർത്താൻ പോലീസിന്റെ അടികൊണ്ടോ ഇടികൊണ്ടോ അത് ലാത്തിച്ചാർജ് കൊണ്ടോ നിർത്താൻ കഴിയാത്ത ആയിരിക്കുന്നുവെങ്കിലും അവിടെ നിന്ന് നിന്നെ മാറ്റം വരുത്തുന്ന ഒരു മാർഗമാണ് സുവിശേഷം. എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ, സുവിശേഷം ഒരു മാർഗമാണ്. സുവിശേഷം എന്ത് മാർഗം? സുവിശേഷം മദ്യത്തിൽ നിന്ന് നിന്നെ മാറ്റുന്ന മാർഗമാണ്. സമാധാനമില്ലെങ്കിൽ സമാധാനം തരുന്ന മാർഗമാണ്. നിന്റെ കുടുംബത്തിന് നല്ലൊരു ഭർത്താവായി നിനക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നല്ലൊരു ഭർത്താവായി മടക്കി തരുന്ന ഒരു മാർഗമാണ് സുവിശേഷം. ഈ സുവിശേഷം ഒരു വ്യക്തിയെ കുറിച്ചാണ്. ആ വ്യക്തിയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ കവലതോടെ നിന്ന് പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, യേശു ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തുകൊണ്ടും യേശുവിനെ കുറിച്ച് എന്തോരം പണിയൊന്നും തീരുന്നില്ല, എത്ര പാട്ടുകാർ എന്തോരം പണിയും തീരുന്നില്ല, പ്രസംഗിക്കാൻ തീരുന്നില്ല. കാരണം യേശുവിനെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിക്കുവാനും പാടാനും ഞങ്ങൾക്ക് നൽകുന്ന ആവേശം എന്ന് പറഞ്ഞാൽ അത് നാം തിരിച്ചറിയണം. എന്താണ് യേശുവിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പാടാൻ കാരണമെന്ന് ചോദിച്ചാൽ, ഒരു കാലത്ത് നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും വരെ പാരയായി അവരുടെ തലവേദനയായി ജീവിച്ച ഒരു കാലം ഞങ്ങളുടെ പുറകിലുണ്ട്. പോലീസുകാർക്ക് വരെ ഞങ്ങൾക്ക് തലവേദനയെ ജീവിച്ച അവരുടെ തലവേദനയെ ജീവിച്ച ഒരു കാലം ഞങ്ങളുടെ പുറകിലുണ്ട്. പക്ഷേ അവിടെ തന്നെ ഞങ്ങളെ മാറ്റിയ മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഈ സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സമാധാനമുണ്ടായി. എനിക്ക് സമാധാനം വന്നപ്പോൾ എന്റെ കുടുംബത്തിലേക്ക് സമാധാനം വന്നു. അതുകൊണ്ടാണ് ഇന്ന് പകൽ ഞാൻ പറയുന്നത്, ഞങ്ങൾ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ സമാധാനമില്ലാതായിരിക്കുന്നുവെങ്കിലും ഈ സമാധാനം തരാൻ കഴിയുന്ന ഒരു മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഈ സുവിശേഷം ഏതു സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കവല തോർന്നു നിന്നുകൊണ്ട് പല ആൾക്കാർ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രസംഗിക്കാൻ കാരണം? യേശു പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സർവ സൃഷ്ടികളോടും എന്നെ കുറിച്ച് പ്രസംഗിക്കണം, യേശുവിനെ കുറിച്ച് പറയണം. അതുകൊണ്ടാണ് ഇന്ന് പകൽ ഈ ദേശത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ സങ്കടത്തോടെ ആവേശത്തോടെ ശക്തിയോടെ നിന്ന് പറയാൻ കാരണം, യേശു ക്രിസ്തു പറഞ്ഞ കൽപ്പന അനുസരിച്ചാണ് ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയാൻ കാരണമുണ്ട്, യേശു ആരാണ്, എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിക്കാൻ കാരണം, യേശുവിനെ എന്താണ് മറ്റുള്ളവരെക്കാൾ പ്രത്യേകത, എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രം നിങ്ങൾ പറയാൻ ഇത്ര ആവേശമെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ ദിവസം നമ്മുടെ വർക്കിംഗ് സംഭവങ്ങൾ പത്രത്തിലും സോഷ്യൽ മീഡിയ പറഞ്ഞതാണ്. അവിടെ സുവിശേഷ പ്രവർത്തനം നടത്തിയ ഒരു ദൈവദാസനെ ഇവർ ചെയ്തത് നല്ല അടികൊടുത്തു, ഇഷ്ടം പോലെ ഇടിച്ച് ചെരുപ്പുമാറി ഇടിച്ച്, അത് മാത്രമല്ല ചാണകം വാരി എന്ത് ചെയ്തു, തന്നെ കഴിപ്പിച്ചു. എന്നാൽ അതൊക്കെ ചെയ്തിട്ടും അവിടുത്തെ പോലീസ് നിയമമായി മുന്നോട്ട് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ കേസ് കൊടുക്കുന്നതിന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, അദ്ദേഹം പറഞ്ഞു, എനിക്ക് അവരോട് ഒരു പിണക്കവുമില്ല, എനിക്ക് അവരോട് ഒരു പ്രയാസവുമില്ല, ഞാൻ എല്ലാം അവരോട് ക്ഷമിച്ചിരിക്കുന്നു. ഇതാണ് സുവിശേഷത്തിന്റെ കാതലായ വിഷയം. കാരണം ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ പ്രത്യേകത ഞാൻ സ്നേഹിക്കാൻ പഠിപ്പിച്ച മാർഗമാണ് സുവിശേഷം. ഈ സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് സ്നേഹിക്കാനും ഞങ്ങൾക്ക് സന്തോഷം ഹൃദയത്തിൽ തന്നത് ഈ സുവിശേഷം വന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എത്ര അടിച്ചാലോ ഇടിച്ചാലോ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലോ പ്രതികരിക്കാതെ ശക്തമായി ചങ്കൂറ്റുന്നത് പിന്നെയും മരിക്കാൻ തന്നെ തയ്യാറായിക്കൊണ്ട് ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് ആവേശമെന്ന് പറഞ്ഞാൽ, യേശു ഇന്നും ജീവിക്കുന്നവരാണ് കർത്താവായ യേശു ക്രിസ്തു. യേശുക്രിസ്തുവിന്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതം ഒരു അത്ഭുതമായിരുന്നു. താമസമല്ല യേശുക്രിസ്തു മടങ്ങി വരുന്നത് ഒരു മഹാ അത്ഭുതമായി തീരും. ഇന്നത്തെ ദേശത്തോട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇന്ന് പറഞ്ഞ് ചോദിക്കട്ടെ, ജീവിതത്തിന്റെ അകത്ത് നാളുകളായി സമാധാനം കണ്ടെത്താൻ അനേക സ്ഥലങ്ങളിൽ നീ പോയി കാണാം, അനേക ഡോക്ടർമാർ ആശ്രയിച്ച് കാണാം. രാത്രിയിലും ഉറങ്ങാൻ പോലും കഴിയാതെ എത്ര ദിവസം നീ കടന്നിട്ടുണ്ടായിരിക്കാം. എത്ര മാരക രോഗങ്ങൾ പിടിച്ചിട്ടും അത് രക്ഷപ്പെടാൻ കഴിയാതെ നീ ആയിരിക്കുന്നുവെങ്കിലും ഇന്ന് പകൽ ആ യേശുവിന്റെ സ്നേഹത്തിലേക്ക് ആദ്യമായി ഞങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ലോകം കണ്ട അനേക മഹാന്മാർ, നമ്മൾ അറിയപ്പെടുന്ന അനേക മഹാന്മാർ മരണമെന്ന മഹാസത്യത്തിന്റെ മുമ്പില് സർവരും മുട്ടുമടക്കി അവർ തോറ്റുപോയി.
ഇന്ന് പകൽ ഒരു കാര്യം നമ്മൾ അറിയപ്പെടുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാളായിരുന്നു, ലോകം അറിയപ്പെടുന്ന ഒരു ഡാൻസർ ആയിരുന്നു മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞ ഡാൻസർ. അദ്ദേഹം പറഞ്ഞു, ഞാൻ 150 വർഷം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കും. അതിനുവേണ്ടി താൻ ചെയ്തത് 12 ഡോക്ടർമാരെ തന്റെ കുടുംബത്തിന്റെ അകത്ത് നിർത്തി. തന്റെ അവയവത്തിൽ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് സംഭവിച്ചാൽ അത് മാറ്റിവെക്കാൻ 100-ൽ പരം ആളുകളെ തന്റെ ശമ്പളം കൊടുത്ത്, ചെലവ് കൊടുത്ത് തന്റെ വീടിന്റെ അകത്ത് നിർത്തി. അദ്ദേഹം ഒരു ആഹാരം കഴിക്കണമെങ്കിൽ താൻ എന്ത് ചെയ്യുന്നറിയാമോ? ആഹാരം അവർ ലാബിൽ ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ അദ്ദേഹം അത് കഴിച്ചിരുന്നുള്ളൂ. എന്നാൽ കേൾക്കണമോ, 50-ാമത്തെ വയസ്സിൽ മൈക്കിൾ ജാക്സൺ ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നു. എന്താ, നീ എത്ര കാര്യങ്ങൾ നിന്റെ ആയുസ്സിന് വേണ്ടി ചെയ്താലും, നീ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും ഒരിക്കൽ ഈ മരണമെന്ന മഹാസത്യത്തിന്റെ മുമ്പിൽ നീ മുട്ടുമടക്കേണ്ടി വരും എന്ന കാര്യം ഇന്ന് പകൽ ദേശം മറന്നു പോകരുത്. അതിനു മുമ്പ് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിനു മുമ്പ് ഞങ്ങളുടെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഇവിടം കൊണ്ട് മരണം കൊണ്ട് അവസാനിക്കുന്ന മാർഗമല്ല യേശു ക്രിസ്തുവിന്റെ മാർഗം. മരണത്തിന് അപ്പുറമായിട്ടൊരു ജീവിതമുണ്ടെന്ന് വിശുദ്ധ ബൈബിൾ തങ്കുറപ്പോടെ ആവേശത്തോടെ പ്രഖ്യാപിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു, ഡിസംബർ 25 എല്ലാവരും വീട്ടിൽ സ്റ്റാറൊക്കെ തൂക്കി പുൽക്കൂടൊക്കെ ഉണ്ടാക്കി അങ്ങനെ യേശു ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ വളരെ സന്തോഷമാണ്, ഒത്തിരി സന്തോഷം തോന്നി. അത് മാത്രം കൊണ്ട് തീർന്നില്ല. ആ സമയത്ത് നമ്മുടെ ബീവറേജിൽ നിന്ന് കച്ചവടം അതിലും വലുതാ. പക്ഷെ ഞാൻ പറയുന്നു സ്നേഹിത, ഈ ക്രിസ്തുമസും ഓണവും റംസാനും ഇതൊക്കെ വരുന്നത് നമ്മുടെ മദ്യപാനം കൂടാൻ വേണ്ടിയല്ല. ഞാൻ പറയുന്നു, ക്രിസ്തുമസ് വരുമ്പോൾ യഥാർത്ഥമായിട്ട് യേശു നിന്റെ കുടുംബത്തിൽ ജനിച്ചാൽ നീ മദ്യത്തോട് വിട പറയും, നീ മയക്കുമരുന്നിനോട് വിട പറയും, നീ കഞ്ചാവിനോട് വിട പറയും. ഇന്ന് പകൽ ആ യേശു നിന്റെ കുടുംബത്തിന്റെ അകത്ത് ജനിച്ചാൽ ഒരു വലിയ സമാധാനം നിങ്ങൾക്കുണ്ടാകും. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മാതാവ് അവൾ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ തന്റെ ഉദരത്തിന്റെ അകത്ത് വളരുന്ന ആ കുഞ്ഞ്, അതിന് 2 കൈയുണ്ടോന്നോ 2 കാലുണ്ടെന്നോ അതിന് മന്ദബുദ്ധിയാണെന്ന് പോലും അറിയാതെ ആ മാതാവ് ആ കുഞ്ഞിനെ സ്നേഹിക്കുക. ഒത്തിരി കഷ്ടപ്പെട്ട് വേദന സഹിച്ച് ആ മാതാവിനെ സ്നേഹിക്കുക. ഈ ലോകത്തില് ഏറ്റവും കൂടുതൽ അതിനെ സ്നേഹിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ആ മാതാവും തന്റെ പിതാവുമാണ്. ആ കുഞ്ഞിന് ബുദ്ധിയുണ്ടെന്നും അറിയത്തില്ല. പക്ഷേ ആ കുഞ്ഞ് ജനിച്ചു 10 മാസം ചുമന്നു നൊന്ന് പ്രസവിച്ച് ആ കുഞ്ഞ് പുറത്തു വന്നു. ആ കൊച്ചിന് നല്ല ആഹാരം കൊടുത്ത് കൊച്ചു വളർന്നു, അത് വിദ്യാഭ്യാസം കൊടുത്തു. ചില വർഷങ്ങൾ കടന്നുപോയി. ഞാൻ ചോദിക്കുന്ന ഈ കുഞ്ഞല്ലേ ചില വർഷത്തിന് ശേഷം ഒരു ദാക്ഷ്യം കൂടാതെ ആ മാതാവിനെ അടിച്ചു കൊന്നത് ഈ കുഞ്ഞല്ലേ? സ്നേഹിത, ഇന്ന് മുതലൊന്ന് ചിന്തിച്ചേ, ഈ കുഞ്ഞല്ലേ ചില നാൾ കഴിഞ്ഞപ്പോൾ തന്റെ അച്ഛനെ ഒരു ദാക്ഷ്യം കൂടാതെ അടിച്ചു കൊന്നത് ഈ കുഞ്ഞല്ലേ? എന്താണ് കാരണം? തിരിച്ചറിയണം. വിശുദ്ധ ബൈബിൾ അതിന് തലമാരായ ശൈലി പറഞ്ഞിരിക്കുന്നു, മനുഷ്യന്റെ പാപമാണ്. പാപമെന്ന വാക്ക് ബൈബിളിന്റെ മാത്രം കുത്തകയല്ല സ്നേഹിത, എല്ലാ മതങ്ങളും കണ്ടും പഠിച്ചും വരുന്ന കാര്യമാണ് പാപമെന്ന് പറഞ്ഞത്. ഇസ്ലാം വേദം വിളിച്ചു പറയുന്നു, ഇബ്ലീസിന്റെ കുത്ത ഏൽക്കാത്ത ഒരൊറ്റ വ്യക്തി പോലും ദുനിയാവിലില്ല. ഹൈന്ദവ വേദം വിളിച്ചു പറയുന്നു, തമസ്സോമ ജ്യോതിർഗമയ മൃത്യുമ അമൃതംഗമയ. ഞാൻ ഇരുട്ടിലാണ്, ഞാൻ വെളിച്ചത്തിലേക്ക് വരണം. എങ്ങനെ വരണമെന്ന് അവരാഗ്രഹിക്കുക. ഞാൻ ഇരുട്ടിലാണെന്ന് അവർ സ്വയം സമ്മതിക്കുക. എന്നാൽ ബൈബിൾ അതിനെ തലമാരെ ശൈലി പറഞ്ഞിരിക്കുന്നു, ഇതാ ഞാൻ അകൃത്യത്തിനിരുവായി പാപത്തിന് എന്റെ അമ്മ എന്ന ഗർഭം ധരിച്ചു. എല്ലാ മനുഷ്യരും പറയുന്നു മനുഷ്യൻ പാപികളാണെന്ന് സ്വയം സമ്മതിക്കുക. ഇന്ന് പകൽ ആ പാപത്തിൽ നിന്ന് നാം രക്ഷപ്പെടേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ഈ പാപത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ? ആ മാർഗത്തെ കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ ദേശത്തോട് പറയാനുള്ളത്. എങ്ങനെയാണ് സ്നേഹിത ഈ മദ്യപാനം നിന്റെ ജീവിതത്തിലോന്ന് അറിയാമോ? ഈ മയക്കുമരുന്നിന് നീ അടിമയാകാൻ കാരണം ഒറ്റ കാര്യമേ ഉള്ളൂ, നിന്റെ ജീവിതം സമാധാനം നഷ്ടപ്പെട്ടു. സമാധാനം നഷ്ടപ്പെട്ടപ്പോൾ സമാധാനത്തിന് വേണ്ടി നീ മദ്യത്തിൽ ആശ്രയിച്ചു, നീ കഞ്ചാവിൽ ആശ്രയിച്ചു, നീ MDMA പോലെയുള്ള ഈ ലഹരി പദാർത്ഥത്തിന് നീ അടിമയായി.
എന്നിട്ട് സമാധാനം ലഭിച്ചിട്ട് അവസാനം ഒരു മുഴം കയറിന്റെ അകത്തോ അല്പവിഷത്തിന്റെ അകത്തോ ഇവിടുത്തെ ജീവിതം അവസാനിപ്പിക്കുന്ന കാര്യം ഇന്ന് പകൽ മറന്നു പോകരുത്. അതുകൊണ്ട് ഇന്ന് പകൽ പറയാം, ഇന്ന് പകൽ ഞാൻ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന് നാളുകളായി സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ അവിടെ നിന്ന് മാറ്റം വരുത്തുന്ന ഒരു മാർഗമാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ കുറിച്ച് ഈ ദേശത്തോട് പറയുവാൻ ഞങ്ങൾക്ക് നൽകുന്ന ആവേശം എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങൾ സന്തോഷം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സമയം ഈ സന്തോഷവും ഈ ആവേശവും ഞങ്ങൾ കൊള്ളേണ്ട കാരണം ഒരു കാലത്ത് ആർക്കും വേണ്ടാത്ത ഞങ്ങളെ ചേർത്ത് പിടിച്ചതാണ് ഈ സുവിശേഷം. ഈ സുവിശേഷം വന്നപ്പോഴല്ലോ ഞങ്ങൾക്ക് വലിയ സമാധാനം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വന്നു. അങ്ങനെ യേശുക്രിസ്തുവിന്റെ ജനനം ഒരു അത്ഭുതമായി തീർന്നു. അങ്ങനെ യേശുക്രിസ്തു ഭൂമിയിൽ ജനിക്കാൻ കാരണം മനുഷ്യരുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിക്കുവാൻ കാരണം. യേശുക്രിസ്തു ജനിച്ചു ഏകദേശം 33 തിരുവയസ്സ് വരെ യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചു. 30-ാമത്തെ വയസ്സിൽ കാനാവിലെ കല്യാണത്തിന് വെള്ളം വീണാക്കിക്കൊണ്ട് തന്റെ അത്ഭുത പ്രവൃത്തി കർത്താവ് ആരംഭിച്ചു. മരിച്ചവരെ ഉയർപ്പിച്ചുകൊണ്ട് അവൻ മരണത്തിന് മേൽ അധികാരമുള്ളവരെന്ന് വെളിപ്പെടുത്തി. രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ട് രോഗത്തിന് മേൽ അധികാരമുള്ളവരെന്ന് വെളിപ്പെടുത്തി. കടലിനെ ശാന്തമാക്കിക്കൊണ്ട് അവൻ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവരെന്ന് വെളിപ്പെടുത്തി. ഇന്ന് പകൽ ആ അധികാരമുള്ളവൻ ഇന്ന് നിന്റെ മേലും അധികാരമുള്ള ഒരുവരെയാണ് ഇന്ന് പകൽ ഈ ദേശത്ത് ഞാൻ ഉയർത്തുന്നത്. അങ്ങനെ യേശു പ്രവൃത്തി ചെയ്തുകൊണ്ട് 33 തിരുവയസ്സിൽ കർത്താവ് മരിക്കണമെന്ന് പിതാവിന്റെ ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ടാണ് യേശു മരിക്കുവാൻ കാരണം? ഇന്ന് പകൽ നമ്മളൊന്ന് ചിന്തിക്കണം. യേശുവിന്റെ മരണം ഒരു കൊലപാതകമല്ലായിരുന്നു. മരിക്കുവാൻ വേണ്ടി സ്വയം ഇറങ്ങി വന്ന ഒരുവരുണ്ടെങ്കിൽ അവന്റെ പേര് കർത്താവായ യേശു ക്രിസ്തു. എന്തുകൊണ്ടാണ് യേശു കർത്താവ് മരിക്കാൻ ഇറങ്ങിയെന്ന് പറയാൻ കാരണം? യേശു കർത്താവിനെ പിടിച്ചു. റോമ ഗവൺമെന്റിന്റെ ഒരു നിയമമുണ്ട്. അവർ പറഞ്ഞെങ്ങനെയാണ്, ഈ അവരുടെ നിയമത്തിൽ ഒരു 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നീതിമാൻ പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള നിയമം റോമ ഗവൺമെന്റ് നിൽക്കുമ്പോഴാണ് അവർ യേശുവിനെ പിടിച്ചത്. അവർ യേശുവിനെ പിടിച്ചുകൊണ്ട് വരുമ്പോ അവർ 5 കോടതിയിലും മാറി യേശുവിനെ മാറി വിസ്തരിച്ചു. ഒരു കോടതിയും യേശുവിന്റെ മേൽ ഒരു കുറ്റവും കണ്ടില്ല. ഒരു കുറ്റവും യേശുവിന് മേൽ ഒരു കോടതിയും കണ്ടില്ല. പിന്നെ എന്തിനാണ് യേശു മരിക്കുവാൻ കാരണം? എന്റെയും നിന്റെയും സകല പാപവും എന്റെ യേശു ഏറ്റെടുത്തു. അങ്ങനെ പീലാത്തോസ് കൈ കഴുകി ഇങ്ങനെ പറഞ്ഞിങ്ങനെയാണ്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് പീലാത്തോസ് കൈ കഴുകി മാറി. അങ്ങനെ അവസാനം യേശു മരിക്കണമെന്ന് പിതാവിന് ഇഷ്ടമായതുകൊണ്ട് ഇന്ന് മുതൽ എന്റെയും യേശു മരിച്ചത് കൊണ്ടാണ് ഇന്ന് മുതൽ ഈ ദേശത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ യേശുവിനെ പ്രസംഗിക്കുവാൻ കടന്നു വരാൻ കാരണം. ഒരു കാലത്ത് ആർക്കും വേണ്ടാതെ പാപത്തിന്റെ ഏറ്റവും ചെളിക്കത്ത് കിടന്ന ഞങ്ങളെ വിടുവിച്ച് ഇങ്ങനെ നിർത്തിയത് ആ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി മാത്രമാണ്. ആ യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ് ഇന്ന് മുതൽ ദേശത്ത് കടന്നു വന്നിരിക്കുന്നത്. അങ്ങനെ യേശുവിനെ പീലാത്തോസിന്റെ ഗബത എന്ന കൽത്തുളം മുതൽ യേശുവിന് വേദ ആരംഭിച്ചു. യേശുവിനെ റോമ ഗവൺമെന്റ് നിയമമനുസരിച്ച് ഒരു മനുഷ്യനെ അടിക്കാൻ ഏൽപ്പിച്ചാൽ 39 അടി അവന്റെ പുറത്ത് അവർ പതിക്കും. പോലെ വളച്ചു നിർത്തി. പീലാത്തോസിന്റെ ഗബത എന്ന കൽത്തളമാണ് അതിനെക്കുറിച്ച് ചരിത്രം പറയുന്നത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു മനുഷ്യനെ അടിക്കാൻ ഏൽപ്പിച്ചാൽ ഏതാണ്ട് 1.5 കിലോമീറ്ററോളം അവൻ അലറുന്ന ഒച്ച ദേശം കേൾക്കാമെന്ന് ചരിത്രം വിളിച്ചു പറയുമ്പോൾ അതാ യേശുവിനെ അവിടെ പോലെ വളച്ചു നിർത്തി യേശുവിന്റെ പുറത്ത് ചാട്ടവാറുകൾ ആഞ്ഞുപതിക്കുകയാണ്. ആ ചാട്ടവാറിന് പ്രത്യേകതയുണ്ട്. അസ്ഥികളും ഈയക്കെട്ടുകളും ചൂണ്ടക്കൊളുത്തുകൾ കൊണ്ട് നിറഞ്ഞ 2 ചാട്ടവാറുമായി 2 പട്ടാളക്കാർ യേശുവിന്റെ അടുക്കൽ വന്നു. അവരൊരു ദാക്ഷ്യവും കൂടാതെ യേശുവിന്റെ പുറത്തെ ചാട്ടവാർ ആഞ്ഞാഞ്ഞു പതിക്കുമ്പോഴും അത് യേശു മൗനമായി നിന്ന് സഹിക്കുക.
വിശുദ്ധ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, യെശയ്യാപ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാണ്. എന്റെയും നിന്റെയും സകല പാപവും എന്റെ യേശു ഏറ്റെടുത്തുകൊണ്ട് ചാട്ടവാറാഞ്ഞാൽ പുറത്തു വലിക്കുമ്പോഴും എന്റെ യേശുവിന്റെ പ്രാർത്ഥന ഇതാണ്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. ഇന്ന് പകൽ ഈ ദേശത്ത് ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് ആവേശം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മേലെ ഈ ചാട്ടവാറാഞ്ഞു പതിച്ചിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുവരുണ്ടെങ്കിൽ അവനെ പേര് കർത്താവായ യേശു ക്രിസ്തു അവരെ പാപം ക്ഷമിക്കണമെന്ന് പറഞ്ഞ ഒറ്റ ഒരുവരുണ്ടെങ്കിൽ ഇന്ന് ഒരു ദേശത്ത് ഞാൻ ഉയർത്തി കാണിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവ് അവിടുന്ന് അവസാനമായി പീലാത്തോസ് മരണശിക്ഷയ്ക്ക് യേശുവിനെ വിധിച്ചു. പച്ചപ്പൈ മരക്കുരിശുമായി യേശുവിനെ തെരുവിലൂടെ യേശു കടന്നു വരികയാണ്. യേശുകൾ ഇന്ന് മുതൽ ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് യേശുവിനെ ഇങ്ങനെ പ്രസംഗിക്കുവാൻ ഇങ്ങനെ വഴിയൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ ഇന്ന് ദേശത്തോടൊന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. യേശു കടന്നു വരുന്ന വഴിയിൽ അനേക യേശുവിനെ അനുഗമിച്ചു. അനേക സ്ത്രീകൾ യേശുവിന്റെ പുറകെ കരഞ്ഞുകൊണ്ട് യേശുവിനെ സ്ത്രീകൾ മുഴുവനും യേശുവിന്റെ കടന്നു ചെല്ലുമ്പോൾ യേശു കരഞ്ഞ് അവരെ നോക്കി ഇങ്ങനെ പറഞ്ഞു, യേശുവിനെ പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട. ഇന്ന് മുതൽ ദേശത്തോട് ഞാൻ പറയാം, ഇന്ന് മുതൽ യേശുവിനെ പേര് പറഞ്ഞാലും കരയണ്ട, യേശുവിന് വേണ്ടി ആരും കരയണ്ട. ഇന്ന് മുതൽ നശിച്ചു പോകുന്ന നമ്മുടെ തലമുറയെ ചൊല്ലി കരയുവാൻ ഇന്ന് മുതൽ യേശു ആ ദേശത്ത് നിന്നോട് വിളിച്ചു പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീന്റെ പച്ചമണ്ണിൽ നിന്നുകൊണ്ട് യേശു വിളിച്ചു പറഞ്ഞു, എന്നെ ചൊല്ലി കരയണ്ട. പിന്നെ ആരെ ചൊല്ലി കരയണം? നശിച്ചു പോകുന്ന തലമുറയെ ചൊല്ലി കരയണം. ശരിയാണോ? ഈ വർഷത്തെ നിങ്ങൾ തിരിഞ്ഞു നോക്കിക്കേ, നമ്മുടെ എത്ര കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്തത്. പത്രം വായിക്കണം. എത്ര നമ്മുടെ കുഞ്ഞുങ്ങളെ എത്ര പേരാണ് മദ്യത്തിന് അടിമയാവുന്നത്, കഞ്ചാവിന് അടിമയാവുന്നത്. ഇന്ന് പകൽ ദേശമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തലമുറയ്ക്ക് വേണ്ടിയുള്ള കരയുവാൻ ഇന്ന് പകൽ ഈ ദൈവത്തിന് വളരെ ശക്തമായി ഞങ്ങൾ ദേശത്തോട് വിളിച്ചു പറയുകയാണ്. ഇന്ന് പകൽ ഈ ദേശത്തോട് വിളിച്ചു വരാൻ ഞങ്ങൾക്ക് തരുന്ന ആവശ്യമെന്ന് പറഞ്ഞാൽ ഈ യേശു അന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ തലമുറയെല്ലാം അവർ ഒരു നാശത്തിലേക്ക് പോവുകയാണ്. 4ാം ക്ലാസ് മുതൽ എത്ര കുഞ്ഞുങ്ങളാ MBBS പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. എത്ര കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്? ഇന്ന് പകൽ സ്നേഹിത വിളിച്ചു പറയട്ടെ, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് പകൽ പറയട്ടെ, എത്ര കുഞ്ഞുങ്ങളാണ് ഇങ്ങനെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറയുക, ഇന്ന് പകൽ ഈ സുവിശേഷം ചെല്ലുന്ന സ്ഥലത്ത് ഞാൻ പറയുന്നു, ഇതുപോലെ യേശുവിനോട് പ്രാർത്ഥിക്കുമെങ്കിൽ ഒരു തലമുറ ഏറ്റവും ധന്യമായി തീരും, അവർ വിദ്യാഭ്യാസം ധന്യമായി തീരും, അവർ ഏറ്റവും നല്ല ശ്രേഷ്ഠമല്ല നല്ല ജോലി മേടിച്ച് അവർ നല്ല സമാധാനത്തോടെ ജീവിക്കുവാൻ വേണ്ടി നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇതുപോലെ ദേശത്തോട് ഞാൻ വിളിച്ചു പറയുകയാണ്. യേശു കടന്നുപോയി. അങ്ങനെ തലയോടെ അർത്ഥമുള്ള ഗോൽഗോത്ത എന്ന സ്ഥലത്ത് 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ ക്രൂശിക്കുവാൻ ഒരു നിർത്തി. ഇടത്ത് വലുതുമായ 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ അവർ ക്രൂശിച്ചു. ആ സമയത്ത് അതൊരു കള്ളൻ യേശുവിനെ ത്യജിച്ചു, അല്ലെങ്കിൽ യേശുവിനെ ഒത്തിരി കളിയാക്കി, ഒത്തിരി ആക്ഷേപിച്ചു യേശുവിനെ. ഒരു കള്ളൻ യേശുവിനെ സ്വീകരിച്ചു. ആ കള്ളൻ ഇങ്ങനെ പറഞ്ഞു, അങ്ങ് രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോ എന്നെ കൂടി ഓർക്കണമേ എന്ന് ആ കള്ളനെ ക്രൂശിനകത്ത് കിടന്നോട് പറഞ്ഞു. യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിലിരിക്കും. ഇന്ന് പകൽ ദേശങ്ങൾ പറയട്ടെ, നിന്റെ പാപം എത്ര കടുച്ചുമപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒറ്റ മാർഗമുണ്ടെങ്കിൽ ആ മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ മാർഗം. ഇന്ന് പകൽ ദേശമേ ആ ക്രൂശിനോട് നടത്തിയിടാൻ കഴിയുമോ? ഇന്ന് പകൽ നിനക്ക് പകരമായിട്ട് നീ മരിക്കേണ്ട സ്ഥാനത്ത്, നീ അടിയേൽക്കേണ്ട സ്ഥാനത്ത് നിനക്ക് വേണ്ടി തന്റെ പാപങ്ങൾ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുന്ന ആ യേശുവിന്റെ സ്നേഹത്തിലേക്ക് ഇന്ന് ഹാർദമായി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആ യേശുവിന്റെ സ്നേഹത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ആ യേശു കള്ളനോട് ഇന്ന് നീ എന്നോട് കൂടെ പ്രദേശ് ഇരിക്കും. അങ്ങനെ ആ യേശു മരിച്ചു, അടക്കപ്പെട്ടു. എല്ലാവരും പറഞ്ഞു തീർന്നു. ഇന്ന് പകൽ അന്ന് മരിച്ച് കല്ലറ കൊണ്ട് അവസാനിച്ച് ഒരു യേശുവിനെയാണ്
ഇന്ന് പകൽ ഞങ്ങൾ പ്രസംഗിക്കാൻ വരത്തില്ലായിരുന്നു. ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവ് കല്ലറ കൊണ്ട് അവസാനിച്ചതല്ല, അവർ കല്ലറയെ ജയിച്ചവൻ എന്ന് പറഞ്ഞാൽ മരണത്തെയും പാതാളത്തെയും ജയിച്ച ഒരൊറ്റ നേതാവുണ്ടെങ്കിൽ അവന്റെ പേരാണ് കർത്താവ് യേശു ക്രിസ്തു. ഇന്ന് പകൽ ദേശത്തോട് ചങ്കുറപ്പോടെ ആവേശത്തോടെ നിന്നുകൊണ്ട് പറയാം, ഞങ്ങളുടെ ജീവിതത്തിന് ഇന്ന് പകൽ നിങ്ങൾ ജീവിത സമാധാനമില്ലാതെ കഷ്ടതയോടെ നീ ഭാരപ്പെടുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ മാറ്റം തരാനും സമാധാനം തരാനും കഴിവുള്ള ഒറ്റ മാർഗമുണ്ടെങ്കിൽ ആ മാർഗത്തിന്റെ പേരാണ് യേശു ക്രിസ്തുവിന്റെ മാർഗം. ആ യേശു ക്രിസ്തു ആ കാൽവറിയിൽ കിടക്കുമ്പോൾ ആ യേശുവിനെ നമ്മൾ കാണണം. ആ യേശുവിന്റെ അവസ്ഥ നമ്മൾ കാണണം. കണ്ടാൽ ആണല്ല, തന്റെ തലയിൽ ഉൾക്കിരീടം അടിച്ചിറക്കി, തന്റെ രക്തക്കൊള്ളലും ബന്ധപ്പെട്ട് രക്തമെല്ലാം അവസാനത്തോട് രക്തം ഊറ്റിത്തന്ന് കിടക്കുക. ആ യേശുവിനെ ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. പണ്ട് ഭക്തൻ പാടി ഇങ്ങനെയാണ്: കാൽവറി മലമേൽ നോക്കു നീ, കാൽകരം ചേർന്നിതാ ആടിമേൽ തൂകുന്നു, പാപത്തിൽ ജീവിക്കുന്നവരെ നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂകുന്നു. ഇന്ന് പകൽ പാപത്തിന് പ്രാശ്ചിത്തമായിട്ട് ആ മരിച്ച യേശുവിനെ ഇന്ന് പകൽ ഈ ദേശത്ത് ഞാൻ ഉയർത്തി കാണിക്കുക. ഇന്ന് പകൽ നിന്റെ പാപം എത്ര കടുചുമപ്പായിക്കോട്ടെ, അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ആ യേശുവിലേക്ക് ഇതുവരെ ഹാർദമായി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എന്താണ് യേശു നമുക്ക് വേണ്ടി ചെയ്തത്? തന്റെ അവസാനത്തോടെ രക്തം വരെ കാൽവറിൽ ഊറ്റിത്തന്നു. എന്നിട്ട് കഥ ഉറക്കം വിളിച്ച് പ്രാണനെ വിട്ടു. യേശു വിളിച്ചു കഴിഞ്ഞാൽ പിതാവേ, എന്റെ ആത്മാവിനെ ഞാൻ തൃക്കരം ഏൽപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് യേശു ഉറക്കം വിളിച്ചു പ്രാണനെ വിട്ടു. യേശു മരിച്ചു, അടക്കപ്പെട്ടു. റോമ ഗവൺമെന്റ് ഇമ്പീരിയ മുദ്ര കൊണ്ട് മുദ്ര ചെയ്യപ്പെട്ടു. ഇനി യേശു പുറത്തു വരെയത്തില്ല. പട്ടാളക്കാരെ കാവൽ നിർത്തി സത്യം എല്ലാം തീർന്നു. ഇനി യേശു എന്നൊരാള് ഉണ്ടാകുന്നത് മുദ്ര വെച്ച് എന്നാൽ മൂന്നാമത്തെ ദിവസം ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അവർ ഉയർത്തെഴുന്നേറ്റു. അവന്റെ പേരാ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഒരു കവിയത്തിൽ ഇങ്ങനെ പാടിയില്ലേ: സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും കാലചക്ര വിഭ്രമത്തിൽ അമർന്നുപോയി. പിന്നെ നമുക്കെന്ത് ശങ്ക മാറ്റമൊന്നുമില്ലതിൽ എന്ന് പറഞ്ഞാൽ ലോകം കണ്ട അനേകം മഹാന്മാർ മരണമെന്ന മഹാസത്യത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി അവർ തോറ്റുപോയപ്പോൾ ഇതുപോലെ ഞങ്ങൾ ഉയർത്തിക്കാണിക്കുന്ന കർത്താവായ യേശു മരണം കൊണ്ട് അവസാനിച്ചവരല്ല, മരണം കൊണ്ട് തീർന്നവരല്ല. അവൻ മരണത്തെ ജയിച്ചവൻ, അവൻ പാതാളത്തെ ജയിച്ച ഒറ്റ ഒരുവനുണ്ടെങ്കിൽ അവന്റെ പേര് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിലേക്ക് ഇന്ന് ഈ പകൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ, ആ യേശുവിനെ എനിക്ക് വേണമെന്ന് ഇന്ന് പകൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ? സ്നേഹിത, വീട്ടിൽ നിന്ന് ഉപേക്ഷിച്ചിരിക്കാം, അപ്പനും അമ്മയും ഉപേക്ഷിച്ചിരിക്കാം, ഭാര്യയ്ക്ക് നിന്നെ വേണ്ടായിരിക്കാം, ചില മക്കൾക്ക് നിന്നെ വേണ്ടായിരിക്കാം. പക്ഷെ നിന്നെ സ്നേഹിക്കുന്ന ഒരുവൻ നിന്റെ അടുക്കിൽ ഇറങ്ങി വരികയാണ്. ഈ യേശുവിനെ കാണാൻ നീ ചെരുപ്പിടാതെ നടക്കണ്ട, നീ ഒരു മലയും കയറണ്ട. ഇന്ന് നീ വിളിച്ചാൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരുവനുണ്ട്. അവന്റെ പേര് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ഇന്ന് പകൽ ഞാൻ സ്വാഗതം ചെയ്യുക. യേശു ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇന്നും പിതാവിന്റെ വലത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ഒരുവനാണ് കർത്താവായ യേശു ക്രിസ്തു. അമ്മ ഇന്ന് ഒരു കാര്യം ഫലം ആഗ്രഹിക്കുക, താമസമെന്ന യേശു മടങ്ങി വരാൻ പോവുകയാണ്. ഞങ്ങളുടെ പ്രത്യാശ എന്ന് പറയുന്നത് താമസമെന്ന യേശു മടങ്ങി വരാൻ പോവുകയാണ്. അതിനു മുമ്പ് ഈ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമെങ്കിൽ ആ കർത്താവിനോടൊപ്പം നമുക്കും പറന്നു പോകാം. ആ കർത്താവിനൊപ്പം നമുക്ക് ആ മധ്യാകാശത്തിന് വീണ്ടും കർത്താവിനെ കാണാൻ ആ പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് പോകാം. അതുകൊണ്ട് ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. മനസ്സിലാക്കേ, നാളുകളായി ജീവിതം സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ എങ്ങും കഷ്ടതയും വേദനയുമായിരിക്കുന്നുവെങ്കിലും നീ ഒരു തീരെ രോഗിയായിരിക്കാം. വേണ്ട, എനിക്ക് നാളെ എനിക്ക് നീ ജീവിക്കണ്ട, ഞാൻ ആത്മഹത്യയെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിരിക്കുന്ന വ്യക്തിയാണോ? ഇല്ല, സ്നേഹം ചെയ്യരുത്. ഇന്നുപോലെ നിന്നെ സ്നേഹിക്കുന്ന ഒരുവൻ നിന്റെ അടുക്കൽ വരിക. അവന്റെ പേരായ യേശു. ഇന്ന് പകൽ നിന്റെ സ്നേഹത്തോടെ മാടി വിളിക്കുക.
അവന്റെ പേരാ കർത്താവായ യേശു. ഇന്ന് മുതൽ ആർക്കും വേണമെങ്കിലും എന്റെ യേശുവിന് ആവശ്യമുണ്ട്. ഇന്ന് മുതൽ ഈ നിമിഷം സ്നേഹിത നിനക്ക് വേണ്ടി മാത്രമായിരിക്കാം, പ്രിയ സഹോദര പ്രിയ സഹോദരി, നിനക്ക് വേണ്ടി മാത്രമായിരിക്കാം ഈ സുവിശേഷ പ്രവർത്തനം ഇവിടെ നടക്കുന്നത്. ഇന്ന് മുതൽ നിന്നെ സ്നേഹിക്കുന്ന ഒരുവരുണ്ട്. നിന്നെ ചേർത്ത് പിടിക്കുക, അവൻ നിന്നെ മാടി വിളിക്കുക ആ യേശുവിന്റെ സ്നേഹത്തിലേക്ക്. ഇതുപോലെ എത്ര പേർക്ക് കടന്നുവരെ ഒന്ന് പറയാൻ കഴിയും, കർത്താവേ യേശുവേ ഞാൻ അങ്ങയുടെ മകനായി ജീവിക്കാം. ഞാൻ ഇന്ന് പകൽ ഞാൻ അമത്യത്തോട് വിട പറയുക, ആ പുകവലോട് വിട പറയുക, അല്ലെങ്കിൽ ആ ലഹരി പദാർത്ഥത്തോട് വിട പറയുക. എനിക്ക് ആ യേശുവിനെ എനിക്ക് വേണം, ആ യേശുവിനെ എനിക്ക് വേണം. ഇന്ന് പകൽ ഇരിക്കുന്ന ഇരുപ്പിടത്തിൽ നിന്നുകൊണ്ട് ഒരു നിമിഷം ആ ഹൃദയത്തിൽ ഒന്ന് കൈവച്ച് എനിക്ക് ആ യേശുവിനെ വേണം എത്ര പേർക്ക് പറയാൻ കഴിയും? ആ യേശുവിനെ സ്നേഹിക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ ദേശമേ ഞങ്ങൾ ഈ വചനം ഈ ദേശത്തോട് പറഞ്ഞല്ലോ, ഞാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇന്ന് പകൽ ആ യേശു എത്ര പേർക്ക് വേണം? ആ യേശുവിലേക്ക് ഞാൻ നിങ്ങളെ ഹാർട്ടുമായി സ്വാഗതം ചെയ്യാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ ഈ കേട്ട വചനത്തെല്ലാം വഹിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ ദേശത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗീയ നല്ല പിതാവേ, പ്രത്യേകം ഈ പുത്തുങ്കൽ ദേശത്തിന് വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ കർത്താവേ, ഇതുവരെ ദൈവത്തിന്റെ വചനം പറയുവാൻ കർത്താവ് ഞങ്ങൾ ശക്തി തന്ന കർത്താവേ, ഇവിടെയുള്ള എല്ലാ വ്യാപാരി വ്യവസായികളോട് പ്രാർത്ഥിക്കുന്നു, ഓട്ടോ ഡ്രൈവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഇവിടെ ജോലി ചെയ്യുന്നവരോട് പ്രാർത്ഥിക്കുന്നു, ഈ ദേശത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ കൃഷി സംബന്ധം മൃഗസംബന്ധം സർവത്തെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവേ. ഈ ദേശത്ത് വലിയ ദൈവസഭയ്ക്ക് ഉണ്ടാകട്ടെ. അനേകർ യേശുവിനെ കർത്താവ് അറിയട്ടെ കർത്താവേ. അനേക ആത്മഹത്യയിൽ മാറിപ്പോകട്ടെ. യേശുവിന് വലിയ സമാധാനം സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും യേശുവിന് നൽകുന്നു. പ്രാർത്ഥനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനം ഓക്കെ. ഗോഡ് ബ്ലെസ് യു. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സുഖപ്പെടുത്തുന്നു. യേശുക്രിസ്തു ഭൂതബാധയിൽ വിടുതൽ നൽകുന്നു. യേശുക്രിസ്തു രാജാവായി വീണ്ടും വരുന്നു. എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കട്ടെ.